ഞാൻ ജെയ്ജു ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലൂടെ ഏവർക്കും സ്വാഗതം. ദൃശ്യം 3 നമ്മുടെ ലാലേട്ടനും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ദൃശ്യം 1, 2, 3 ദൃശ്യം 3 ഏപ്രിൽ ആദ്യ വാരം തിയേറ്ററിലെത്തുമെന്ന് നമ്മുടെ ജിത്തു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും പറയാനില്ല. കോടികൾ കൊയ്യാനും പല റെക്കോർഡുകൾ തിരുത്താനും വേണ്ടി നമ്മുടെ മലയാളത്തിൻ്റെ അങ്ങനത്തെ നമ്മുടെ ബ്രാൻഡ് ചിത്രമായ ദൃശ്യം 3 തിയേറ്ററിലോട്ട് എത്തുവാണ്. ഇനി ആകെ 2 മാസമേ ഉള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മലയാളത്തിൽ മാത്രമല്ല പല റെക്കോർഡുകളും കളക്ഷൻ റെക്കോർഡുകൾ മാത്രമല്ല എല്ലാം തിരുത്തി കുറിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ജിത്തു പറഞ്ഞിരിക്കുന്നത് ഈ പടം തിയേറ്ററിലോട്ട് വരുമ്പം വെറും മോശം ചിത്രമാണ്, വലിയ ഹൈപ്പിലൊന്നും വരണ്ട, ഒന്നുമില്ല ഈ ചിത്രത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിത്രത്തെ സമീപിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ 1ഉം 2ഉം ഒക്കെ ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ദൃശ്യം 1 പോലെയാണ് ഇതിൻ്റെ പ്ലോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൃശ്യം 2 പോലെ അങ്ങനെ ട്വിസ്റ്റും ടേണൊന്നും ഇല്ലയെന്ന്. 1 പോലെയാണ് എൻ്റെ മക്കളെ, ഒന്നും പറയാനില്ല. എന്നാൽ നമ്മൾ ചരിത്രം തിരുത്തി കുറിക്കും കേട്ടോ. ദൃശ്യം 3യിലൂടെ മലയാള സിനിമ വേറെ ലെവലിലോട്ട് പോകും. പിന്നെ ഹിന്ദിയിലും ഈ ചിത്രം ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം റിലീസ് ചെയ്യും. ഒക്ടോബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അതുക്കും മുന്നേ 6 മാസം മുമ്പേ തന്നെ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഏപ്രിൽ മാസം നമ്മൾ റിലീസ് ചെയ്യും. നമ്മൾ റിലീസ് ചെയ്ത് OTTയിലെല്ലാം എത്തിയതിന് ശേഷം മാത്രമേ പിന്നെ ദൃശ്യം 4നെ പറ്റി നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേ അവരവിടെ ദൃശ്യം 3 റിലീസ് ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു ചെറിയ സംശയമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പാപനാശം എന്ന പേരിൽ തമിഴിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് പാപനാശം 2 എന്നെങ്ങാനും പറഞ്ഞു റിലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം ദൃശ്യം 3യുടെ ഏപ്രിൽ മാസം ഇനിയിപ്പോൾ അത്ര ദിവസമുള്ള ചട്ടപടേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സമയം പോവും. അതിൻ്റെ വെയിറ്റിങ്ങിനാണ് ഞാനും എല്ലാവരും എന്നറിയാം. അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് വരട്ടെ, മറ്റുള്ള പോസ്റ്ററുകൾ വരട്ടെ, അപ്പോൾ എല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇതൊരു വമ്പൻ വിജയമായിട്ട് മാറട്ടെ. കാരണം നമ്മുടെ എല്ലാം കുട്ടികൾ സ്കൂളുകളിൽ അടച്ചിട്ടുള്ള സമയമാണ്. എല്ലാവരും ഫ്രീ ആണ്. എല്ലാവർക്കും അർമാദിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് ഈ പടം റിലീസ് ചെയ്യാൻ വരുന്നത്. പോകുന്നത് നമുക്ക് മറ്റൊരു അപ്ഡേറ്റിന് വരാം. അതിന് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.